ചേരുന്നുണ്ട്. ശരണ്യ, ഈ ജയനമ്മയുടെ തിരോധാന കേസിന് പിന്നാലെയാണ്, ആ മൃതദേഹാവശിഷ്ടം അവിടെ നിന്ന് കണ്ടെത്തുന്നതിന് പിന്നാലെയാണ് ബിന്ദുവിനെയും സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയിട്ടുണ്ടാകാമെന്ന ഒരു സംശയത്തിലേക്കും അന്വേഷണത്തിലേക്കും കാര്യങ്ങൾ നീങ്ങിയത്. അതോടൊപ്പം ഐഷയെ, പഞ്ചായത്ത് ജീവനക്കാരിയായിരുന്ന ഐഷയെ 13 വർഷം മുൻപ് കാണാതായ കേസിലും സെബാസ്റ്റ്യനെ സംശയിക്കുന്നുണ്ട്. ഇരുവരും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന സൂചനകളാണല്ലോ പുറത്തു വരുന്നത്. അങ്ങനെ ഈ 13 വർഷം മുൻപ് ഈ ഐഷയെ കാണാതായപ്പോൾ അന്ന് കുടുംബം പരാതി നൽകിയിരുന്നു. അന്ന് സെബാസ്റ്റ്യനെ കേന്ദ്രീകരിച്ച് സംശയമുണ്ടായിരുന്നു. ടോമ, ഈ കേസുകളെല്ലാം വന്നിരിക്കുന്നത് ചേർത്തല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ബിന്ദു പത്മനാഭൻ തിരോധാനവും ജയനമ്മ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന 2 ടീമുകൾ, ഒന്ന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ തന്നെ കോട്ടയത്തുള്ള ടീമും ആലപ്പുഴ SP ഷൗക്കത്തലിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമാണ് കേസ് അന്വേഷിച്ചു വരുന്നത്. അതിൽ തന്നെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഐഷയുടെ കേസ് കൂടി റഫർ ചെയ്ത് വരുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ചേർത്തല പോലീസ് സ്റ്റേഷനിൽ നിന്നും ആ കേസ് ഫയൽ അവർ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഐഷയുടെ കുടുംബത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഈ ക്രൈം ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ 2012 ഈ പറഞ്ഞ രീതിയിൽ ഐഷയെ കാണാതാകുന്നത്. ഇവരെ ചേർത്തല വാർനാട് സ്വദേശിയാണ്. മുൻ സർക്കാർ ജീവനക്കാരിയാണ്, പഞ്ചായത്ത് ജീവനക്കാരിയായിരുന്നു ഇവര്. റിട്ടയർഡായി 2 വർഷത്തിന് ശേഷമാണ് ഇവരെ കാണാതാകുന്നത് എന്നുള്ളതാണ്. ഇവരൊരു പ്രോപ്പർട്ടി, അതായത് ഇവരുടെ കുടുംബ വീടിനോട് ചേർന്ന് ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പ്രോപ്പർട്ടിയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ഈ സെബാസ്റ്റ്യൻ ഇവരുമായി പരിചയമുള്ളത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് അന്വേഷണ സംഘവും വ്യക്തമാക്കുന്നത്. പരിസരവാസികളും അക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ജീവനക്കാരിയായ ഇവര് സ്ഥലം വാങ്ങുന്നു. സ്ഥലം വാങ്ങി ആ കോമ്പൗണ്ടിൽ ഇവർ ഷെഡ് അടിച്ചിട്ട് ആ ഷെഡിലാണ് ജീവിച്ചിരുന്നത്. അതിനോടൊപ്പം തന്നെ വീട് പണി നടത്തുന്നതിന് വേണ്ടിയുള്ള വീടിന്റെ ബേസ്മെന്റ് അടക്കം കെട്ടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ കുടുംബത്തോടക്കം സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സ്ഥലത്തിന്റെ തുക പൂർണ്ണമായി നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് പിന്നീട് ഇവരെ കാണാതായതിനു ശേഷം വർഷങ്ങൾക്ക് ശേഷം മകൻ ഈ പുരയിടം വിറ്റിട്ടുണ്ട്. ആ വിൽക്കുന്ന ഘട്ടത്തിൽ ഇവരെ തുടരന്വേഷണം നടത്തിയപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഉടമയ്ക്ക് മുഴുവനായ പൈസ നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ആ തുക കൂടി ഇവർ നൽകിയാണ്, ഈ കുടുംബാംഗങ്ങൾ നൽകിയാണ് ആ പ്രോപ്പർട്ടി മറിച്ച് വിൽക്കുകയും മറ്റൊരാൾക്ക് വിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പണമിടപാടുകൾ ഐഷയും ഒപ്പം തന്നെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. പ്രത്യേകിച്ച് സെബാസ്റ്റ്യൻ ഒരു ദല്ലാളായി പ്രവർത്തിച്ചിരുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. 2 റിട്ടയർമെന്റിന് ശേഷമുള്ള പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. മറ്റ് അത്തരത്തിൽ വരുമാനമുള്ള ഒരു സ്ത്രീ കൂടിയായിരുന്നു. ആ രീതിയിൽ എന്തെങ്കിലും, അതായത് ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള തുക ഇനി അവർക്ക് ഇയാൾക്ക് സെബാസ്റ്റ്യന് കൈമാറിയിട്ടുണ്ടായിരുന്നു എന്നടക്കമുള്ള സംശയങ്ങളൊക്കെ പോലീസിന് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ക്രൈം ബ്രാഞ്ച് ഇപ്പോൾ ഈ 2 തിരോധാന കേസുകൾ തിരോധാനവുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയപ്പോഴാണ് ഈ സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇവിടെ മറ്റ് 2 കേസുകൾ കൂടി പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും ബിന്ദു കേസും ഐഷ കേസും, ഈ 2 കേസുകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും കൂടുതൽ പരിശോധനകൾ, മണ്ണ് നീക്കം ചെയ്തുള്ള കൂടുതൽ പരിശോധനകൾ ആവശ്യമല്ലേ? ഇരുവരെയും, ഈ 3 പേരെയും സെബാസ്റ്റ്യൻ തന്നെയാണ് കൊലപ്പെടുത്തിയതെങ്കിൽ ഈ വീട്ടുപരിസരത്ത് തന്നെ, വീടിനോട് ചേർന്ന് തന്നെയുള്ള സ്ഥലത്ത് കുഴിച്ചിടാനുള്ള സാധ്യതയുണ്ടോ? ആ തലങ്ങളിലേക്കാണോ അന്വേഷണം നീങ്ങുന്നത്? ടോമ, ഇപ്പോഴും ഇതെല്ലാം മിസ്സിംഗ് കേസുകളാണ്. ജയനമ്മയുടെ പോലും നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം ആ സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ ആ മൃതദേഹം അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പറയുന്നത് ആ സ്ഥലത്ത് ഒരു ചെറിയ കുഴി പോലത്തെ ഭാഗത്താണ് ഈ രീതിയിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങളുടെ എല്ലുകൾ കത്തിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ അത്തരത്തിലൊരു ബോഡി മൊത്തത്തിൽ കൊണ്ടുവന്ന് കത്തിച്ചതിന്റെ ലക്ഷണങ്ങളില്ല. ശരീരത്തിന്റെ എല്ലുകൾ 150ഓളം വരുന്ന എല്ലുകൾ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ പ്രധാനപ്പെട്ട എല്ലിന്റെ ഭാഗങ്ങൾ ലഭ്യമായി
ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. താടിയലിന്റെ ഒരു ഭാഗം ലഭിച്ചിട്ടുണ്ട്, പക്ഷേ പ്രധാന ബോണുകളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വേറെ എവിടെയെങ്കിലും ഈ മൃതദേഹങ്ങൾ മറവ് ചെയ്തതിന് ശേഷം അതിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വന്ന് കത്തിച്ചതാണോ എന്നുള്ളതടക്കമുള്ള സംശയങ്ങളുണ്ട്. ഇപ്പോൾ നിലവിൽ ചേർത്തല എറണാകുളം കേസ് ഏറ്റുമാനൂർ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഇവിടെ ഇയാളുടെ വീടിൽ പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ സെബാസ്റ്റിനെ കോട്ടയത്ത് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ അത് കൃത്യമായി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘവും ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെ സാന്നിധ്യം കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ ഇനി ഇവർക്ക് ബിന്ദു കേസുമായി ബന്ധപ്പെട്ടുള്ള തെരച്ചിലുകൾ വേണം. അതിനുവേണ്ടി RDOയുടെ സഹായം തേടിയിട്ടുണ്ട്. ഈ വീട് പരിശോധനയ്ക്കടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി RDOയുടെ സഹായം തേടിയിട്ടുണ്ട്. ഈ പരിസരം തന്നെ ഒരു 2.5 ഏക്കർ വരുന്ന സ്ഥലമാണ്. വീടിനകത്തേക്ക് നമ്മൾ കയറുന്നത് തന്നെ ഒരു പ്രൈവറ്റ് റോഡ് പോലെയുള്ള റോഡാണ്. അത് കഴിഞ്ഞാണ്, ഒരുപാട് അകത്തേക്ക് വന്നാലാണ് ചുറ്റും മരങ്ങളാൽ ചുറ്റപ്പെട്ട ആ വീട് കാണുന്നത്. ആ പരിസരത്ത് പോലും എന്തെങ്കിലും സംഭവിച്ചാൽ അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ സെബാസ്റ്റ്യൻ അവിടെ കഴിഞ്ഞ ആഴ്ചയും വന്നു പോയിട്ടുണ്ടെന്ന് തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വന്നു പോകുന്നു എന്ന് മാത്രമല്ല, ഇയാൾ അവിടെ വരുന്ന ഘട്ടത്തിൽ ചെറുപ്പക്കാരായ ധാരാളം പേർ അവിടെ എത്തുകയും മദ്യപാന സദസ്സടക്കം അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും അവിടുത്തെ നാട്ടുകാർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളായിരുന്നു, അതായത് മോഷണമടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലുള്ള സ്ഥിരീകരണങ്ങളൊക്കെ കൂടെ പഠിച്ചവരുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അങ്ങനെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിരുന്ന ഒരാളാണ് ഇയാൾ എന്നുള്ളതാണ്. അതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഒരു മാനസിക നില തന്നെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. കാരണം ബിന്ദുവിൻ്റെ സ്വത്തുക്കൾ ഇയാൾ തട്ടിയെടുത്ത് വ്യാജ പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കി തട്ടിയെടുത്ത് ആണ് ബിന്ദുവിൻ്റെ സ്വത്തുക്കൾ ഇയാൾ കൈവശം വയ്ക്കുകയും അത് പിന്നീട് വിൽക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ കോടിക്കണക്കിന് രൂപ ഇയാൾക്ക് കിട്ടിയിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ ഈ പൈസ കാറിനകത്തൊക്കെ വെച്ച്, കാറിന്റെ ബാക്ക് സീറ്റിലൊക്കെ വെച്ചിട്ട് ആളുകളെ കാണിച്ചുകൊണ്ട് ഈ പൈസ ഉണ്ടെന്നൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ നടന്നിട്ടുണ്ട് ഇയാള്. പലർക്കും മദ്യം ഓഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ആ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയിരുന്ന ഒരാളാണ്. പക്ഷേ ഇയാളെ ഒരു ഘട്ടത്തിലും ചോദ്യം ചെയ്യുമ്പോഴും ഒരു വിവരവും ലഭ്യമാകുന്നില്ല എന്നുള്ളൊരു ഇതിലാണ് പോലീസ് നിൽക്കുന്നത്. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ പോലും ഈ ചേർത്തല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വന്നിട്ടുള്ള ഈ കേസ്, പ്രത്യേകിച്ച് ബിന്ദു പത്മനാഭനെ കാണാതാകുന്നു, ബിന്ദു പത്മനാഭന്റെ സ്വത്തുക്കൾ തട്ടിയെടുത്തത് സെബാസ്റ്റ്യനാണെന്ന് മനസ്സിലാകുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ആ കേസുകൾ നിലനിൽക്കുമ്പോൾ പോലും ഈ കേസ് അന്വേഷണം കൃത്യമായി പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും. പ്രത്യേകിച്ച് ചേർത്തല പോലീസിൽ വന്നിട്ടുള്ള തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഉദ്യോഗസ്ഥർക്ക് പണം നൽകി അടക്കമുള്ള ആരോപണങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ സെബാസ്റ്റ്യൻ പലരോടും പറഞ്ഞിരുന്നതായും ഉള്ള വസ്തുതകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കോർട്ടിലേക്കാണ് ഈ കേസുകൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അവര് ജൈനമ കേസിൽ എന്തായാലും ഒരു വലിയ എവിഡൻസ് എന്ന നിലയിൽ ആ ദൃശ്യങ്ങൾ അവർക്ക് ലഭ്യമായിട്ടുണ്ട്. ഇനിയെങ്കിലും ഇതിനകത്തെ ചുരുളുകൾ അഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ടോം. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനും ജി ശ്രീജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ചേർത്തലയിലെ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ്റെ വീട് പല ദുരൂഹതകളും നിറഞ്ഞതാണ്. 3 സ്ത്രീകളുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ ചേർത്തല സ്വദേശിനിയായിട്ടുള്ള മുൻ പഞ്ചായത്ത് ജീവനക്കാരിയുടെ തിരോധാന കേസ്. 13 വർഷം മുമ്പാണ് ഐഷയെ കാണാതായത്. ആ കേസിനെ കുറിച്ചും പോലീസ് വിശദമായി തന്നെയാണ് അന്വേഷണം നടത്തുന്നത്.